തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട കുറ്റവാളിയായിരുന്നു വിഷ്ണു. തൻ്റെ മകനെ കല്യാണിയെ ഏൽപ്പിക്കുകയും കല്യാണിയുടെ അച്ഛൻ്റെ പേര് മകനിടണമെന്നും പറഞ്ഞ് വിഷ്ണു പോലീസിനോടൊപ്പം യാത്രയായി. എന്നാൽ വിഷ്ണുവിനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ കല്യാണി തയ്യാറായിരുന്നില്ല. കല്യാണി തൻ്റെ അങ്കിളിനോടൊപ്പം രാഷ്ട്രപതിയെ നേരിട്ട് കാണുകയും ദയാഹർജി കൊടുക്കുകയും ചെയ്തു. ദയാഹർജി പരിഗണിച്ചും ദയാഹർജിയും അപ്പീൽ പ്രകാരവുമെല്ലാം തന്നെ വിഷ്ണുവിൻ്റെ വധശിക്ഷ കുറഞ്ഞ ജീവപര്യന്തമായി മാറി. പിന്നീട് അങ്ങോട്ട് കല്യാണിക്ക് കാത്തിരിപ്പിൻ്റെ നാളുകളായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ വിഷ്ണു ജയിൽ മോചിതനായി. വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ കല്യാണിയും കല്യാണിയുടെ അങ്കിളും എത്തി. ഒപ്പം വിഷ്ണുവിൻ്റെ മകൻ രാമേന്ദ്രയും. പിന്നീട് അങ്ങോട്ട് കല്യാണിയും വിഷ്ണുവും സന്തോഷകരമായ ജീവിതമായിരുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിനങ്ങൾ അവരെ തേടിയെത്തി. അവൻ്റെ മകനെ കല്യാണി സ്വന്തം മകനെ പോലെ തന്നെയാണ് നോക്കിയത്. അവൻ്റെ കുറവുകളെല്ലാം തന്നെ കല്യാണി നികത്തി. അവനിപ്പോൾ മിടുക്കനായൊരു കുട്ടിയാണ്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം കല്യാണിയും വിഷ്ണുവും തറവാട് വീട്ടിലേക്ക് മകനുമായി എത്തി. കല്യാണിയുടെ അച്ഛൻ്റെ ഓർമ്മദിനത്തിൻ്റെ പൂജകളും മറ്റും കാര്യങ്ങൾ ചെയ്യാനാണ് എല്ലാവരും ചേർന്ന് തറവാട് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ വിഷ്ണുവിനെയും കല്യാണിയെയും മകനെയും ഒക്കെ സ്വീകരിക്കാനായി കല്യാണിയുടെ അമ്മായിയുടെ മകനും മകളും ഒപ്പം കൈമളങ്ങളും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. കല്യാണിയുടെ അമ്മായിയുടെ മകൻ ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് 2 മക്കളൊക്കെയായി തറവാട് വീട്ടിൽ തന്നെ ഉണ്ട്. ആൾക്കിപ്പോൾ പഴയ തമ്പ്രാൻ മോഹമൊന്നുമില്ല. തമ്പ്രാനാകാതെ തന്നെ തറവാട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി കുടുംബസ്ഥരായി അവിടെ തന്നെ കഴിയുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് പഴയ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുകയാണ്. കല്യാണിയൊക്കെ തറവാട് വീട്ടിലെത്തിയതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. കൈമളങ്ങളോടും വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുകയാണ്. കല്യാണിക്കിപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കൈമളങ്ങളും. കല്യാണിയുടെ അച്ഛൻ്റെ ഓർമ്മദിനത്തിലെ ചടങ്ങുകളെല്ലാം തന്നെ തുടങ്ങി. വിഷ്ണുവിനും കല്യാണിക്കും വളരെയധികം ദുഃഖകരമായൊരു ദിവസമാണ് എല്ലാ വർഷവും ഈ ദിനം. പിന്നീട് അവർ മകനുമായി അടുത്ത ദിവസം വിഷ്ണുവും കല്യാണിയും പഴയ കാട്ടിലെ ആ അമ്പലത്തിലെത്തി. വിഷ്ണുവിൻ്റെയും കല്യാണിയുടെയും പ്രണയത്തിൻ്റെ തുടക്കമൊക്കെ ഈ അമ്പലത്തിൽ നിന്നായിരുന്നു. ഒരുപാട് രസകരമായ നിമിഷങ്ങളൊക്കെ ഈ അമ്പലത്തിൻ്റെ ചടങ്ങിൽ നിന്ന് വിഷ്ണുവിൻ്റെയും കല്യാണിയുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിഷ്ണുവിൻ്റെയും കല്യാണിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണിത്. ഇവരുടെ പ്രണയമെല്ലാം ആരംഭിച്ച സ്ഥലങ്ങളാണിതെല്ലാം. ആ സ്ഥലത്തെല്ലാം ഇവരെല്ലാ വർഷവും ഈ ദിനം ഇവിടെ എത്തും. പഴയ ഓർമ്മകളൊക്കെ അവരെ തേടിയെത്തും. ഈ അമ്പലങ്ങളിൽ വരുമ്പോഴാണ് വിഷ്ണുവിൻ്റെയും കല്യാണിയുടെയും ജീവിതത്തിലെ ഓർമ്മകളെല്ലാം തന്നെ തിരിച്ചു എത്തുന്നത്. വിഷ്ണുവും കല്യാണിയും വന്നതറിഞ്ഞ് കല്യാണിയുടെ അമ്മായിയുടെ മകൻ്റെ ചെങ്ങാതി അവിടെ ഓടിയെത്തിയിരുന്നു. ആള് പളനിയിലൊക്കെ പോയി മുടിയെല്ലാം മുറിച്ച് കഴിഞ്ഞു. ഇപ്പോഴും കല്യാണിയുടെ അമ്മായിയുടെ മകൻ്റെ ഏറ്റവും നല്ല ചങ്ങാതിയും വിശ്വസ്തനും ഒക്കെ തന്നെയാണ്. വിഷ്ണുവിൻ്റെ അമ്മായിയുടെ മകനൊപ്പം ചേർന്ന് തോട്ടത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹം നോക്കാറുണ്ട്. പിന്നീട് അമ്പലത്തിലെ ആളുകളെല്ലാം തന്നെ വിഷ്ണുവിനെയും കല്യാണിയും കാണാൻ ഓടിയെത്തി. മൂപ്പൻ്റെ ആളുകളാണ് എല്ലാവരും തന്നെ. അവരുടെ എല്ലാവരുടെയും തമ്പ്രാനാണ് വിഷ്ണു. എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വിഷ്ണുവും കല്യാണിയും ചെയ്തു കൊടുക്കാറുമുണ്ട്. കല്യാണിക്കും വിഷ്ണുവിനും ഏറെ പ്രിയപ്പെട്ട ആൾക്കാരാണ് ഇവരെല്ലാം തന്നെ. വിഷ്ണുവും കല്യാണിയും മകനും നാളെ മടങ്ങി പോവുകയാണ്. അതിന് കുറച്ച് മുമ്പ് തറവാട് വീട്ടിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇവരെല്ലാം. തറവാട് വീട്ടിലെത്തിയാൽ വിഷ്ണുവിൻ്റെയും കല്യാണിയുടെയും മകന് ഏറെ പ്രിയപ്പെട്ടത് അച്ഛനെ പോലെ തന്നെ ഫോട്ടോഗ്രാഫിയാണ്. കല്യാണിയുടെയും വിഷ്ണുവിൻ്റെയും പ്രണയം ആരംഭിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഏറ്റവും ഭംഗിയുള്ള ആ സ്ഥലങ്ങളിലൂടെ കടന്നുപോയി ചിത്രങ്ങളെല്ലാം തന്നെ എടുക്കുന്നതാണ് രാമേന്ദ്രയുടെ ഏറ്റവും വലിയ കൗതുകവും. അച്ഛനെ പോലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ വളരെയധികം പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് മകനും. കല്യാണിയുടെയും വിഷ്ണുവിൻ്റെയും പ്രണയം അവസാനിക്കുന്നില്ല. അവരിന്നും പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കല്യാണി തിരിച്ചു കൊണ്ടുവന്ന വിഷ്ണുവാണിത്. വിഷ്ണുവിൻ്റെ 2ാം ജന്മമായി കണക്കാക്കാനാണ് കല്യാണിക്കും ഏറെ ഇഷ്ടം. ചിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും കഴിയും തോറും ഇവരുടെ ജീവിതത്തിലെ പുതിയ പുതിയ ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്.